ഹലോ ഫ്രണ്ട്സ്, ഫ്ലാഷ് ബാക്കും പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മോൻ. വാവക്കുട്ടനും അമ്മ എണീക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ഒതുക്കുന്നത് കരുതിയത്. പക്ഷെ കറക്റ്റായിട്ട് വാവ എണീച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കിച്ചൺ ഇങ്ങനെ മെസ്സാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ തന്നെ ഏകദേശം 3 മണിയായി. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് എവിടെയാണ് സമയം നേരെ കിടന്ന് ഉറങ്ങി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വാവക്കൊണ്ട് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ വാവയുടെ തെങ്ങ് ഏകദേശം വളർന്ന ഒരു പന പോലെ ആയിട്ടുണ്ട്. എല്ലാ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഒന്നും അറിയാത്ത പോലെ ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ പള്ളിയിലേക്കാണ്. ഫ്രൈഡേ അല്ലേ, അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ സൺഡേ നമ്മളെ പള്ളിയിൽ പോകുന്നൊരു വൈബ് ഉണ്ടല്ലോ. എല്ലാവരെയൊക്കെ കണ്ട് കുടുംബക്കാരെ കണ്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ ഒരു ടൈം. അവനും അമ്മേനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ കാർബൺ ഫൈബറിന്റെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളെ ചലഞ്ചർ ബോയ് രാഹുലും എത്തി. ഇത് കാണുന്ന ആർക്കെങ്കിലും അവരുടെ വണ്ടിയിൽ കാർബൺ ഫൈബറിന്റെ സ്റ്റിയറിംഗ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് DM ചെയ്താൽ. അപ്പൊ അമ്മയ്ക്ക് നൈറ്റ് ഫ്ലൈറ്റ് ആണ്. അമ്മ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഞാനും ബാബുക്കൊണ്ടും പാലൊക്കെ കുടിച്ച് ഓർക്കാം. ഗൈസ്.